ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സ്. ഈ പ്രോബ്ലം നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇത് ഞാൻ പറഞ്ഞുതരാം. ഇത് നല്ല ബുദ്ധിമുട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിച്ചിട്ട് ചെയ്തു തുടങ്ങാം അല്ലേ. ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ്. എങ്ങനെയാണ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വരുന്നത്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇ റേസ് ടു എക്സും സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ എക്സും. അപ്പോൾ ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. അങ്ങനെയാണ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ ഓഫ് സൈൻ എക്സ്. സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ പഠിച്ചിട്ടുണ്ട്, മൈനസ് കോസ് എക്സ് ആണ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിൻ്റെ സ്റ്റാർട്ടിങ് ശരിയായിട്ടുണ്ട്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ്. എന്നിട്ട് ഫസ്റ്റത്തെ ബ്രാക്കറ്റിനകത്തിരിക്കുന്ന ആൾ ഡെറിവേറ്റീവ് എഴുതാം. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. മൈനസ് ഇൻ്റഗ്രൽ എഴുതിയിട്ട് ഫസ്റ്റ് ഫംഗ്ഷൻ ഇരിക്കുന്ന ആൾ ഡെറിവേറ്റീവ് എഴുതാം. ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് ഇൻറ്റു 2 ആണ്. അതെങ്ങനെ വന്നത് അറിയാമോ? കാരണം ഇ റേസ് ടുവിൻ്റെ ഡെറിവേറ്റീവ് അത് തന്നെയാണ്. അത് സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. ഇ റേസ് ടുവിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് തന്നെയാണ്. അതുകൊണ്ട് ഇ റേസ് ടു എക്സിൻ്റെ ഇ റേസ് ടു എക്സ് തന്നെയാണ്. പക്ഷെ ചെയിൻ റൂൾ പ്രകാരം ഇ റേസ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ 2x ബാക്കി വരുന്നുണ്ട്. 2xൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു 2 അവിടെ എഴുതണം. ചെയിൻ റൂൾ പ്രകാരം എഴുതിയതാണ്. ഇ റേസ് ടുവിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് തന്നെയാണ്. ഈ മാറ്റി നിർത്തി കഴിഞ്ഞപ്പോൾ 2x ബാക്കി വന്നു. 2xൻ്റെ 2 എഴുതി. അപ്പോൾ ഫസ്റ്റ് ബ്രാക്കറ്റിനകത്തിരിക്കുന്ന ആളെ ഡെറിവേറ്റീവ് സെക്കൻഡ് ബ്രാക്കറ്റിനകത്തിരിക്കുന്നത് അതേപോലെ തന്നെ പകർത്തണം. അങ്ങനെയല്ലേ പറഞ്ഞത്? എഴുതി. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഈ മൈനസ് ഞാൻ ആദ്യമേ തന്നെ എഴുതാണ്. മൈനസ് ഇ റേസ് ടു എക്സ് കോസ് എക്സ്. ഇവിടെ ഈ മൈനസും കൂടി പ്ലസ് ആവില്ലേ? പിന്നെ ഈ 2 നമുക്ക് പുറത്തോട്ട് എടുക്കാം. 2 ഇൻറ്റു ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് എക്സ് ഡി എക്സ് എന്ന് കിട്ടും. ആൻസർ ആയോ? ഇല്ല. കാരണം ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് കോസ് എക്സ് എന്താണെന്ന് അറിയില്ല നമുക്ക്. ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് സൈൻ എക്സ് ആയിരുന്നു. ചെയ്തു വന്നപ്പോൾ ഇവിടെ ഈ ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് കോസ് എക്സ് വന്നു. അതെന്താണെന്ന് അറിയില്ല. അപ്പോൾ അതൊന്നുകൂടിയും ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്ത് നോക്കാം. പിന്നെ കിട്ടും ആൻസർ. അപ്പോൾ ഇത് മൈനസ് ഇ റേസ് ടു എക്സ് കോസ് എക്സ് പ്ലസ് 2 ഇൻറ്റു വീണ്ടും ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇ റേസ് ടു എക്സും സെക്കൻഡ് ഫംഗ്ഷൻ കോസ് എക്സും. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് പ്രകാരം ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ അറിയാമല്ലോ, സ്റ്റാൻഡേർഡ് റിസൾട്ട് പ്രകാരം സൈൻ എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ്. അങ്ങനെയല്ലേ പറഞ്ഞത് ഫോർമുല? മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ആ ഫസ്റ്റ് ബ്രാക്കറ്റിനകത്തിരിക്കുന്ന ആളുടെ ഡെറിവേറ്റീവ്. അത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞെന്ന കാര്യമാണ്, അത് രണ്ടാമത് പറയുന്നില്ല. ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എഴുതാം. അത് ഇ റേസ് ടു എക്സ് ഇൻറ്റു 2 ആണ്. സെക്കൻഡ് ബ്രാക്കറ്റിനകത്തുള്ളത് അതേപോലെ തന്നെ പകർത്താം. സൈൻ എക്സ് ഡി എക്സ്. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. നമുക്കൊന്നുകൂടി ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താലോ? ഇവിടെ ഒരു 2 ഉള്ളിലോട്ട് എടുക്കാം. മൈനസ് ഇ റേസ് ടു എക്സ് കോസ് എക്സ് പ്ലസ് ഈ 2 ഞാൻ ഉള്ളിലോട്ട് എടുത്തോട്ടെ. പ്ലസ് 2 ഇൻറ്റു ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സ്. ഈ 2 ഞാൻ ഇത് ഇങ്ങോട്ട് എടുക്കുകയാണ്. ഇവിടെ 2 ഇൻറ്റു -1 -2 ആവും. കൂടാതെ വേറൊരു 2 കൂടി അവിടെ ഉണ്ട്. ഇവിടെ -2 ഇൻറ്റു 2 ആവും. ശരിയല്ലേ? 2 ഇൻറ്റു -1 -2 ആയി. ആ -2ഉം ഈ 2ഉം കൂടി -4. ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് സൈൻ എക്സ് ഡി എക്സ്.
ഇങ്ങനെ കിട്ടി. ആൻസർ ആയിട്ടില്ല, ഇപ്പോഴും ഇൻ്റഗ്രേഷൻ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, എന്താണെന്നറിയാമോ? നമ്മളെ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് സൈൻ എക്സ് ആയിരുന്നു. നമുക്ക് കിട്ടിയ ആൻസറിലും അതേ ഇൻ്റഗ്രേഷൻ വന്നിട്ടുണ്ട്. ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് സൈൻ എക്സ് ക്വസ്റ്റ്യനാണ്, അത് തന്നെ ഇവിടെയും വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. ഈ -4 ഇ റേസ് ടു എക്സ് സൈൻ എക്സ് ഇല്ലേ, നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് എടുക്കാം. ലെഫ്റ്റ് സൈഡിൽ ആരാ ഉള്ളതെന്നറിയാമല്ലോ? ലെഫ്റ്റ് സൈഡിൽ ഇത് ഇയാളാണ്. ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് സൈൻ എക്സ് ആണ് ലെഫ്റ്റ് സൈഡിലുള്ളത്. ഈ ടേമില്ലേ, ഇതേ ഇൻ്റഗ്രലിൽ തന്നെയാണല്ലോ ഇത്. അപ്പോൾ ഈ റൈറ്റ് സൈഡിലുള്ള ഈ ടേം മാത്രം ഞാൻ ലെഫ്റ്റിലോട്ട് എടുക്കുകയാണ്. ഇതാണ് ലെഫ്റ്റ് സൈഡിലുണ്ടായിരുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ എന്ത് വരും? ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഓൾറെഡി ഒരു ഇ റേസ് ടു എക്സ് സൈൻ എക്സ് ഡി എക്സ് ഉണ്ടായിരുന്നു. പുതിയതായിട്ട് ഒരാളെയും കൂടി ലെഫ്റ്റിലോട്ട് വന്നു. ദേ ഇയാൾ, ഈ അണ്ടർലൈൻ ചെയ്ത ആൾ കൂടി ലെഫ്റ്റിലോട്ട് പോന്നു. ലെഫ്റ്റിലെത്തുമ്പോൾ അത് +4 ആവും. +4 ഇൻറ്റു ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് സൈൻ എക്സ് ഡി എക്സ്. ഇതാണിപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ളത്. ഈ രണ്ട് ടേം റൈറ്റ് സൈഡിൽ നിൽക്കും അല്ലേ? ഏതാണത്? -ഇ റേസ് ടു എക്സ് കോസ് എക്സ് +2 ഇ റേസ് ടു എക്സ് സൈൻ എക്സ് മാത്രം അവിടെ നിൽക്കും. +c നമുക്ക് അവസാനം എഴുതാം. ഇത് നോക്കിയേ, ഈ എക്സ്പ്രഷനും സെയിം തന്നെയല്ലേ? ഇപ്പം നമ്മൾ a + 4a വന്ന 5 എന്ന് എഴുതാറില്ലേ? ഈ ഇൻ്റഗ്രലിൽ ഞാൻ തൽക്കാലം a എന്നങ്ങാനും വായിച്ചോട്ടെ. ഈ ഇൻ്റഗ്രലിൽ ഞാൻ a എന്ന് വായിക്കുക. അപ്പോൾ ഇതും a തന്നെയാണ്. ജസ്റ്റ് ലൈക്ക് a + 4a അല്ലേ? a + 4a 5a എന്ന് എഴുതൂലേ? അപ്പം അതേപോലെ എഴുതിയതാ. 5 ഇൻറ്റു a, 5 ഇൻറ്റു ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് സൈൻ എക്സ് ഡി എക്സ്. റൈറ്റ് സൈഡിൽ വേണമെങ്കിൽ, നിർബന്ധമില്ല, ഇ റേസ് ടു എക്സ് കോമൺ ആയിട്ട് പുറത്തോട്ട് എടുക്കാം. റൈറ്റ് സൈഡിൽ ഇ റേസ് ടു എക്സ് പുറത്തോട്ട് എടുത്തു. ഇവിടെ ഒരു -cos x വരും, പ്ലസ് ഇവിടെയാണെങ്കിൽ 2 sin x വരും. ഇനി നമുക്ക് ഈ 5 റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയാൽ 1/5 ആവും. അപ്പം അതുകൊണ്ട് ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് സൈൻ എക്സ് ഡി എക്സ് 5 അവിടെ എത്തുമ്പോൾ 1/5 ആയിട്ട് 1/5 ഇ റേസ് ടു എക്സ് ഇൻറ്റു -cos x + 2 sin x + c. ഇതാണ് ആൻസർ. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മനസ്സിലായല്ലോ ഇത്.